ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ്സിയെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കെവിൻ യോക്ക്, അതുപോലെ തന്നെ ഫ്രാഞ്ചു എന്നിവരാണ് ഈ മത്സരത്തിൽ തിളങ്ങിയത്. അതുപോലെ തന്നെ വിക്ടർ ബെർത്തോമു, ശ്രീകുട്ടൻ എന്നിവർ ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം അത്ഭുതകരമായ മാറ്റങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല. 4 വിജയങ്ങൾ നേടി ഒരു സമനില വഴങ്ങി. അവസാനത്തെ 3 മത്സരങ്ങളിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബംഗളൂരു FC-യെ 1-2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു. പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് 1-1 സമനില വഴങ്ങി. അതിനുശേഷം ജംഷഡ്പൂർ FC-യെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഒഡീഷ FC-യെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അതിനുശേഷമാണ് മുഹമ്മദൻ എസ്സിയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 5 മത്സരങ്ങളിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അപരാജിത കുതിപ്പ് നടത്തുകയാണ്. മാത്രമല്ല, തുടർച്ചയായി 3 മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഇത് ഇവാൻ വുക്കുനോവിച്ചിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് സംഭവിക്കുന്നത്. അതായത് ഇവാനാശാൻ ചെയ്ത് കാണിച്ച കാര്യം ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ് ആവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. 2023 നവംബറിലാണ് ഇത്തരത്തിലുള്ള ഒരു കുതിപ്പൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. അന്ന് ഇവാൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ. അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപരാജിത കുതിപ്പൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. അതിന്റെ ക്രെഡിറ്റ് നൽകേണ്ടത് ആഷ്ലി വെസ്റ്റ്വുഡിന് തന്നെയാണ്. ഈ സീസണിന്റെ തുടക്കത്തിൽ തകർന്ന് തരിപ്പണമായ ഒരു ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ആദ്യത്തെ 7 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 പോയിന്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ആഷ്ലി വെസ്റ്റ്വുഡ് ടീമിനകത്ത് കാണിച്ച ഒരു മാജിക് ഉണ്ട്. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഒരു കുതിപ്പ് നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇവാനാശാന് ശേഷം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പരിശീലകനെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തെ കൈവിടാതിരുന്നാൽ മതി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.